MDMA കുറിച്ച് നിങ്ങൾക്ക് ഇനിയും അറിയാത്ത ഒരുപാട് സത്യങ്ങളുണ്ട്. അത് ഗൂഗിൾ സെർച്ച് ചെയ്ത് കഴിഞ്ഞാലോ ചാറ്റ് ജിപിടിയിൽ സെർച്ച് ചെയ്താലോ നിങ്ങൾക്ക് ചിലപ്പോൾ അറിഞ്ഞുകൊള്ളണമെന്നില്ല. MBBS കഴിഞ്ഞ് MDക്ക് പഠിക്കുന്ന ഡോക്ടർമാരുടെ അടുത്തുള്ള ഒരു പുസ്തകമാണിത്. ഇതിൽ വ്യക്തമായിട്ട് കൊടുത്തിട്ടുണ്ട് കൊക്കൈൻ, മെത്താംഫിറ്റാമിൻ, ആംഫിറ്റാമിൻസ്. ഇതിൽ ഒരു ചാപ്റ്റർ ആയിട്ട് തന്നെ MDMA കുറിച്ച് വിശദമായിട്ട് പറയുന്നുണ്ട്. ഇതിൻ്റെ സൈഡ് എഫക്റ്റുകൾ എന്തൊക്കെയാണ്, എങ്ങനെയാണ് ഇത് ഉണ്ടാക്കുന്നത്, എത്ര ദിവസത്തിന് ശേഷമാണ് ബ്ലഡിൽ യൂറിനിലൊക്കെ MDMA പോസിറ്റീവായിട്ട് വരുന്നത്. 50-ലധികം MDMAയുടെ വകഭേദങ്ങൾ നമ്മുടെ മാർക്കറ്റിൽ അവൈലബിൾ ആണ് എന്നുള്ളത് നിങ്ങൾ കേട്ടിട്ടുണ്ടാവില്ല. MDMA ഉണ്ട്, MDA ഉണ്ട്, MDEA ഉണ്ട്. ഇതിൽ ലവ് ഡ്രഗ്സ് എന്ന് പറയും, ക്ലബ് ഡ്രഗ് എന്ന് പറയും. കണ്ടുപിടിക്കണമെങ്കിൽ യൂറിൻ ടെസ്റ്റ് ഉണ്ട്, ബ്ലഡ് ടെസ്റ്റ് ഉണ്ട്. വിഡ്രോവൽ സിംറ്റംസ് ആണ് വളരെ രൂക്ഷമായിട്ട് കാണുന്നത്. അതെങ്ങനെ മാനേജ് ചെയ്യാം തുടങ്ങി ഒരുപാട് കാര്യങ്ങൾ ഇതിൽ പറയുന്നുണ്ട്. അതായത് ലഹരിക്കെതിരെയുള്ള പോരാട്ടം നിയമപാലകരുടെയും ഡോക്ടർമാരുടെയും കമ്പൈൻഡ് ആയിട്ടുള്ള ഒരു ഉത്തരവാദിത്തമാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ടാണ് ഞാൻ ഇത്തരം വീഡിയോകൾ ചെയ്യുന്നത്. ഡീറ്റെയിൽ ആയിട്ട് വീഡിയോ ഞാൻ എൻ്റെ യൂട്യൂബ് ചാനൽ ഡോക്ടർ റബീബ് എന്ന് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ അതിലിടുന്നതാണ്. പക്ഷേ യൂട്യൂബിൽ സപ്പോർട്ട് വളരെ കുറവാണ്. നിങ്ങൾക്ക് സപ്പോർട്ട് ചെയ്യുകയാണെങ്കിൽ വിശദമായിട്ടുള്ള വീഡിയോ ഞാൻ അതിലിടുന്നതാണ്. ഒറ്റ കാര്യമേ പറയാനുള്ളൂ, സിന്തറ്റിക് ഡ്രഗ്സ് നിങ്ങൾ തൊട്ടു പോകരുത്. അത് നിങ്ങളുടെ ജീവിതം നശിപ്പിക്കും. ഇത് കാരണം ജോലി നഷ്ടപ്പെട്ട ആൾക്കാരെ എനിക്കറിയാം, കുടുംബം തകർന്ന ആൾക്കാരെ അറിയാം, ഡൈവോഴ്സ് ആയവരെ അറിയാം, ഇവിടുത്തെ മെൻ്റൽ ഹോസ്പിറ്റലുകളിൽ അഡ്മിറ്റ് ആയവരെ അറിയാം, ഇവിടുത്തെ ജയിലുകളിൽ കിടക്കുന്ന മലയാളികളുണ്ട്. ഭാവിയിൽ കേരളത്തിൽ നിന്നുള്ള പുതിയ തലമുറ ജോലിക്ക് വരെ എടുക്കാനും വിദേശത്തുള്ളവർ മടിക്കും.